Hi, my dear students. You are going to listen the Malayalam explanation of the summary and the question answers of Class 10 English Unit, which build the author, written by Gavin Maxwell. അപ്പോൾ അതിന്റെ മെയിൻ പോയിന്റ്സും സമ്മറിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെസൺ ഇച്ചിരി ലെങ്തി ആയിരുന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മെയിൻ പോയിന്റ്സ് ആൻഡ് സമ്മറി. After his dog died, Maxwell decided to keep an otter as his pet. ഇപ്പൊ മാക്സ്വെൽ എന്ന് പറയുന്ന നമ്മുടെ റൈറ്ററിന്റെ ഡോഗ് പെറ്റ് ഡോഗ് മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു ഒട്ടറിനെ എന്ന് വെച്ചാൽ നീർനായയെ പെറ്റായിട്ട് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. The author traveling along with his friend to Basra to receive his mail. അപ്പൊ ഒരു ദിവസം the author was traveling ആരുടെ കൂടെയാണ്? ഫ്രണ്ടിന്റെ കൂടെ ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. അവിടെ ഒരു മെയിൽ മേടിക്കാനുണ്ടായിരുന്നു നമ്മുടെ റൈറ്ററിന്. During his journey with his friend, he expressed his wish to keep an otter as a pet. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇദ്ദേഹം ഫ്രണ്ടിനോട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറയാണ്. On the suggestion of a friend, he got an otter from the Tigris Marsh. അപ്പൊ ടൈഗ്രസ് മാർഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി ഒട്ടേഴ്സ് ഉണ്ടെന്ന് നമ്മുടെ ഓതറിന്റെ ഫ്രണ്ട് പറയാണ്. His friend received his mail and went away. He left a sack containing an otter for the author. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ മെയിൽ നേരത്തെ വന്നു. അതാണ് ഫ്രണ്ട് ആ മെയിലൊക്കെ മേടിച്ചിട്ട് തിരിച്ചുപോയി. അതിന്റെ കൂടെ ഈ ഓതറിന് ഒരു 5 ദിവസത്തോളം അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഈ ഓതറിന് ഒരു ചാക്കിൽ ഒരു സാധനം കൊടുത്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോയത്. എന്തായിരുന്നു ആ ചാക്കിന്റെ അകത്ത്? ഒരു ഒട്ടറായിരുന്നു. ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു പെറ്റിനെ കൊടുത്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് തിരിച്ചു പോയത്. Being astonished, he named the otter Mitchbill or Mitch. അപ്പൊ അത് കണ്ടപ്പോ ഓതറിന് നല്ല സന്തോഷമായി. അദ്ദേഹം ഒട്ടറിന് മിജ്ബിലിന് പേരിട്ടു. അതിന് മിജ് എന്ന് വിളിക്കും. Maxwell felt that the arrival of the otter opened a new stage in his life. മാക്സ്വെല്ലിന് ഈ ഒട്ടറിന്റെ ലൈഫിൽ കിട്ടിയതോടുകൂടി തോന്നിയ ഒരു ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. The otter first appeared as a little dragon. അപ്പൊ ഒട്ടറിനെ നോക്കുമ്പോ ആദ്യം സാക്ക് തുറന്നു നോക്കുമ്പോ അതിന്റെ ദേഹം മുഴുവൻ പൊടിയൊക്കെ ആയിരുന്നു. അത് മുഴുവൻ ചെളിയും ഒക്കെ ആയിരുന്നു. 1 മാസത്തോളം എടുത്താണ് ആ ഒട്ടറിനെ അദ്ദേഹം വൃത്തിയാക്കിയത്. അതിന് ആദ്യം കണ്ടപ്പോ ഒരു ലിറ്റിൽ ഡ്രാഗണെ പോലെയാണ് തോന്നിയത്. He was covered with mud. Maxwell spent a lot of time and energy removing the dust. He also likes to play with rubber ball. അപ്പൊ നമ്മുടെ ഒട്ടറിന് റബ്ബർ ബോൾ ഒക്കെ ഇട്ട് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. Marble toys are his favorite. The narrator said that Mitch would take some time to get familiar with his surroundings. അപ്പൊ ആദ്യം മിജ്ബിലിന് ആ സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് ഒരു സെറ്റ് ആവാൻ കുറച്ച് ടൈം വേണമെന്ന് നറേറ്റർ പറയാണ്, നമ്മുടെ ഓതർ പറയാണ്. When Mitch went to the bathroom, he jumped and rolled in the bathtub gladly. അപ്പൊ അതിന് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയപ്പോ അത് വെള്ളമൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ട് ചാടി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. Mitchell loves playing with water and learn how to open the faucet by himself in a short time. മിജ്ബിലിന് വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ മിജ്ബിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ നോക്കുമ്പോ ബാത്റൂമിൽ പോയി ടാപ്പൊക്കെ തുറന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിജ്ബിലും ആ സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് സെറ്റായി. The author says Mitch loves to spend most of his time playing with marbles and rubber balls. His time is passing smoothly in Basra with Mitchell. A few days later, Maxwell had to return to London. അപ്പോ അങ്ങനെ ബസ്രയില് നമ്മുടെ മിജ്ബിലും ഓതറൊക്കെ കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ മെയിലൊക്കെ വന്നപ്പോ തിരിച്ച് ലണ്ടനിലേക്ക് നമ്മുടെ റൈറ്റർക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പൊ ഒരു പ്രശ്നം വന്നു. ട്രാൻസ്പോർട്ട് ഓഫ് മിജ്ബിൽ ടു ലണ്ടൻ became a problem because British Airways did not allow animals on its flights. അപ്പൊ മിജ്ബിലിനെ ലണ്ടനിലേക്ക്, അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. കാരണം എന്താണ്? ബ്രിട്ടീഷ് എയർവേസുകാർ ആനിമൽസിനെ അവരുടെ ഫ്ലൈറ്റ് കയറ്റില്ല. Another airline agreed to pack the animal in a box. അങ്ങനെ വേറൊരു എയർലൈൻസ് ഒക്കെ അന്വേഷിച്ച് ഈ ആനിമലിനെ പാക്ക് ചെയ്യാന്ന് അവര് എഗ്രി ചെയ്തു. Maxwell made a small box for the otter. The author put the otter in a box before the flight and left it for some while. ഫ്ലൈറ്റിന് തൊട്ട് മുമ്പ് ഓതർ ഈ ഉണ്ടാക്കിയ സ്മോൾ ബോക്സിൽ നമ്മുടെ ഒട്ടറിനെ വെച്ചു. എന്നിട്ട് ഒന്ന് കുറച്ചു നേരം പുറത്തു പോയി വന്നപ്പോ എന്താണ്? when he returned he saw Midge created different holes in the box and ruined the internal lining. അപ്പൊ ആ ബോക്സിന്റെ അകത്ത് ഹോൾസ് ഒക്കെ ഉണ്ടാക്കി. He got frightened after seeing that blood was coming out of the air holes. എയർ ഹോൾ ഉണ്ടായിരുന്നു. ആ എയർ ഹോളിൽ കൂടെ എന്ത് വരുന്നുണ്ടായിരുന്നു? ബ്ലഡ് വരുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ഓതർ പേടിച്ചു പോയി.
The narrator hastily opened the box and saw that Mijbil was unconscious. Box open ചെയ്ത് നോക്കിയപ്പോൾ മിജ്ബിൽ അവിടെ unconscious ആയിട്ട് കിടക്കാണ്. Somehow he managed to remove all the sharp edges from the box and place the otter again in the box. അങ്ങനെ നോക്കുമ്പോൾ ഈ ബോക്സിന്റെ സൈഡിലുള്ള എഡ്ജസിൽ കുത്തിയാണ് നമ്മുടെ ഒട്ടറിന് ബ്ലഡ് ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ എഡ്ജസ് ഒക്കെ കളഞ്ഞ് ഒട്ടറിനെ വീണ്ടും ആ ബോക്സിൽ സേഫ് ആയിട്ട് കിടത്തി. അപ്പോഴത്തേക്കും പ്ലെയിൻ തുടങ്ങണതിന് 10 minutes മുമ്പാണ് ശരിയായത്. On the plane, the otter escaped from the box. Some passengers yelled and stood on the seats when they saw the otter on the plane. ഈ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. The air hostess was very friendly and suggested the author place Mijbil on his lap. അവിടുത്തെ എയർ ഹോസ്റ്റസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ മിജ്ബിലിനെ എന്റെ മടിയിൽ ഇരുത്താന്നൊക്കെ പറഞ്ഞ് എയർ ഹോസ്റ്റസ് പറഞ്ഞു. അങ്ങനെ മടിയിൽ ഇരുത്താൻ വേണ്ടി ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ എന്ത് പറ്റി, നമ്മുടെ മിജ്ബില് അവിടെ നിന്ന് എസ്കേപ്പ് ആയി, ഡിസപ്പിയർഡ് ആയി. അപ്പൊ ഈ ഒച്ചയൊക്കെ കേട്ടോടുകൂടി മിജ്ബിലിന്റെ കാണാതെ ആയതോടെ പാസഞ്ചേഴ്സ് ഒക്കെ ഒച്ച ഉണ്ടാക്കി സീറ്റിന്റെ അകത്തൊക്കെ കയറി നിൽക്കുകയാണ് പേടിച്ചിട്ട്. When he opened the box, the otter disappeared and started developing chaos in the flight. It made all the passengers fearful. The air hostess in the flight helped Gavin to find Midge. അവസാനം ഈ എയർ ഹോസ്റ്റസ് തന്നെ നമ്മുടെ മിജിനെ കണ്ടുപിടിച്ച് ഗ്യാവിന് കൊടുത്തു. അപ്പൊ പ്ലെയിനില് എയർ ഹോസ്റ്റസിന്റെ മടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ബോക്സ് തുറന്നപ്പം, നമ്മുടെ മിജിനെ വെക്കാൻ വേണ്ടി ബോക്സ് തുറന്നപ്പോ അത് പുറത്തേക്ക് ചാടി ഫെലോ പാസഞ്ചേഴ്സ് ഒക്കെ പേടിച്ചു പോയി. അവസാനം അവിടെ വലിയ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കി ഫ്ലൈറ്റിന്റെ അകത്ത്. അവസാനം നമ്മുടെ മിജിനെ കണ്ടെത്തി ഓതറിന് കൊടുത്തു. Finally, the otter came back lying on Maxwell's knees. When the author arrived in London with an otter, അങ്ങനെ ഫ്ലൈറ്റിലെ സാഹസികമായ യാത്രകൾക്കൊക്കെ ശേഷം നമ്മുടെ ഒട്ടറും പിന്നെ റൈറ്ററും ലണ്ടനിലെത്തി. അവിടെ ചെന്നപ്പോ he left people clueless. ഈ ജീവിയെ കണ്ടപ്പം ലണ്ടനിലുള്ള ആളുകളൊക്കെ ഇത് എന്ത് ജീവിയാന്ന് വെച്ച് സർപ്രൈസ്ഡ് ആയി. They could not understand the summary of Mijbil the otter and kept guessing the name of the animal. അവർക്ക് ഈ ആനിമലിന്റെ നെയിം ഗസ് ചെയ്യാൻ പറ്റിയില്ല. Some people think him to be a baby squirrel, seal or hippo. ഇതൊരു സ്ക്വിരൽ ആണോ, സീൽ ആണോ, ഹിപ്പോ ആണോ എന്നൊക്കെ ആളുകൾ ഡൗട്ട് നോക്കുവാണ്. However, no one was able to make correct guess that it was an otter. ആർക്കും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റിയില്ല ഇതൊരു ഒട്ടറാണ്. In London, Mijbil learned to play ping pong and develop certain habits. ലണ്ടനിലും മിജ്ബിൽ നന്നായിട്ട് പിങ് പോങ്ങും അങ്ങനെ കുറെ ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. The writer was also amazed by the game that Midge had developed with his broken suitcase. ഒരു ബ്രോക്കൺ സ്യൂട്ട്കേസിന്റെ അകത്ത് ബോൾ ഇങ്ങനെ വെക്കും, അതിങ്ങനെ ഉരുട്ടി വിടും, അതിന്റെ എൻഡിൽ എത്തുമ്പോഴത്തേക്കും മിജ്ബിൽ പോയി ഓടി പിടിക്കും. അങ്ങനെ ഒരു ഗെയിം അദ്ദേഹം ഈ നമ്മുടെ മിജ്ബിൽ കളിക്കുന്നുണ്ടായിരുന്നു, വളരെ ക്ലെവർ ആയി. Gavin was supposed to take Mijbil out for a walk and exercise. അതുകൂടാതെ നമ്മുടെ റൈറ്റർ ഗാവിൻ മാക്സ്വെല് മിജ്ബിലിനെ പുറത്ത് ലണ്ടൻ സ്ട്രീറ്റിലൊക്കെ നടക്കാൻ കൊണ്ടുപോകും. ഡോക്ടർ ഡെവലപ്പ് സം ഓഫ് ദ ഹാബിറ്റ്സ് ഓൺ ദോസ് വാക്സ്. ആ ടൈമില് കുറെ നല്ല നല്ല ഹാബിറ്റ്സ് ഒക്കെ പഠിച്ചിരുന്നു. He went with the narrator like children running, playing and touching things in London street. അപ്പൊ നമ്മുടെ നറേറ്ററിന്റെ കൂടെ നമ്മുടെ മിജ്ബില് ഓടും, കളിക്കും, അവിടെയുള്ള സാധനങ്ങളൊക്കെ തൊട്ട് നടക്കും. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്താണ് അവര് ആ വോക്ക് പോയിരുന്നത്. Within a month, the author developed a strong bond between him and his pet otter. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഓതർ ഭയങ്കര സ്ട്രോങ് ബോണ്ട് ആയി ഒട്ടറുമായിട്ട്. The most often response that Maxwell received from the labor who was digging a hole when he asked him. ഭയങ്കര ഒരു റെസ്പോൺസ് മാക്സ്വെല്ലിന് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ഒരു ലേബറിന്റെ കയ്യിൽ നിന്നാണ്. അവിടെ ഹോളൊക്കെ ഉണ്ടാക്കുന്ന ലേബറിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ലേബർ ചോദിക്കണം, ഹിയർ മിസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ് സപ്പോസ് ടു ബി? ഇത് എന്ത് ജീവിയായത് എന്ന് അദ്ദേഹം കുറെ നാളുകൾക്ക് ശേഷം വളരെ ഷോക്കിംഗ് ആയിട്ട് ചോദിക്കുകയാണ്, എന്ത് ജീവിയാ ഇത്? അപ്പൊ അതോടുകൂടിയാണ് നമ്മുടെ ലെസൺ എൻഡ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എക്സാമിന് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. Now, what experiment did Maxwell think Camasferna would be suitable for? Camasferna എന്ന് പറയുന്ന സ്ഥലം സ്കോട്ട്ലൻഡിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു ഐലൻഡ് പ്ലേസ് ആണ്. അവിടെയാണ് നമ്മുടെ റൈറ്റർ ജീവിക്കുന്നത്. The writer had gone to southern Iraq in the year 1956. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ ഒട്ടറിനെ കിട്ടുന്നത്. He took a fancy to the idea that instead of keeping a dog as a pet, he would go for an otter. അപ്പൊ ഒട്ടറിനെ ആണ് ബെറ്റർ, കാരണം ക്യാമസ്ഫെറിന് ചുറ്റും വെള്ളമായത് കാരണം ഒട്ടറിന് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. Camasferna was surrounded by water, so it would be an eminently suitable spot for this experiment. എന്ത് എക്സ്പെരിമെന്റിനാണ്? ഒരു ഒട്ടറിനെ പെറ്റായിട്ട് കിട്ടുവാണെങ്കിൽ
പുള്ളി ജീവിക്കുന്ന സ്ഥലം ക്യാമസ്ഫെർണയില് ചുറ്റും ഐലൻഡ്, ഇറ്റ്സ് ആൻ ഐലൻഡ്, ചുറ്റും വാട്ടർ ആയതുകൊണ്ട് ഒട്ടറിന് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒട്ടറിനെ പെറ്റായിട്ട് സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. വൈ ഡസ് ഹി ഗോ ടു ബസ്ര? ഹൗ ലോങ് ഡസ് ഹി വെയിറ്റ് there ആൻഡ് വൈ? അദ്ദേഹം എന്തിനാണ് ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയത്? The writer went to Basra to collect and answer his mail from Europe. അപ്പൊ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു മെയിലിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ്രയിലേക്ക് പോയത്. He had to wait there for 5 days as his mail did not arrive. Now, how does he get the otter? Does he like it? Pick out the word that tell you this. How does he get the otter? His friend, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആണ് ഒട്ടറിനെ കൊടുത്തത്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു സാക്കില് കെട്ടിയാണ് കൊണ്ട് കൊടുത്തത്. ദ ഓതർ ലൈക്ഡ് ഇറ്റ്. ഓതറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ദിസ് ഈസ് സീൻ ഇൻ ദ സെക്കൻഡ് നൈറ്റ് വിച്ച് വിൽ കെയിം ഓൺ ടു മൈ ബെഡ് ഇൻ ദ സ്മോൾ hours ആൻഡ് റിമെയിൻഡ് അസ്ലീപ് ഇൻ ദ ക്രൂക്ക് ഓഫ് മൈ നീസ്. അതായത് രണ്ടാമത്തെ ദിവസം മിജ്ബില് വന്ന് എന്റെ ബെഡിന്റെ അവിടെ ഉറങ്ങി. അപ്പൊ ആ ഒരു സന്തോഷമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാണ്. ഐ മെയ്ഡ് എ ബോഡി ബെൽറ്റ് ഫോർ ഹിം. അതുകൂടാതെ ഞാനൊരു ബോഡി ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഈ രണ്ട് സെന്റൻസും ആണ് നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വൈ വാസ് ദ ഒട്ടർ നെയിം മാക്സ്വെൽസ് ഒട്ടർ? മാക്സ്വെൽസ് ഒട്ടർ എന്ന പേര് വന്നത് എങ്ങനെ? ദ ഒട്ടർ വാസ് നെയിം ബൈ സുവോളജിസ്റ്റ് ആസ് ലിട്രോഗിൽ പെർസ്പിലിറ്റ മാക്സ്വെല്ലി. അതിപ്പോ അതിന്റെ ഷോർട്ട് ഫോം ആണ് മാക്സ്വെൽ ഒട്ടർ എന്ന് പേര് വരാൻ കാരണം. What happened when Maxwell took Mitchell to the bathroom? What did it do 2 days after that? അപ്പൊ ബാത്റൂമിലേക്ക് മാക്സ്വെല് മിജ്ബിലിനെ കൊണ്ടുപോയപ്പോ എന്താണ് സംഭവിച്ചത്? 2 ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചു? When the author first took Mitchell to the bathroom, the otter first went wild with joy in the water. ആദ്യം നമ്മുടെ ഓട്ടർ ഭയങ്കര വെള്ളത്തിൽ ചാടി കളിച്ചു. He plumped and rolled in it. He jumped up and down the length of the bathtub. ബാത്ടബിന്റെ പൊക്കത്തിൽ ചാടി മറഞ്ഞു. He made enough slosh and splash. After 2 days, the otter suddenly disappeared and went to the bathroom to play in the water and opened the tap on his own. 2 ദിവസത്തിന് ശേഷം നമ്മുടെ ഓട്ടർ ഭയങ്കര ബ്രില്യന്റ് ആണ്, ഇന്റലിജന്റ് ആണ്. അത് തന്നെ ബാത്റൂമിലേക്ക് പോയി വെള്ളത്തിൽ കളിക്കാനും ടാപ്പൊക്കെ തുറക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് മിജ്ബിൽ ട്രാൻസ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്? എങ്ങനെയാണ് മിജ്ബിലിനെ ഇംഗ്ലണ്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത്? Mitchell was packed in a box as the airlines had directed the order. അപ്പൊ ആദ്യം ബ്രിട്ടീഷ് എയർലൈൻസ് വാസ് നോട്ട് റെഡി ടു ടേക്ക് മിജ്ബിൽ because they never allow animals to travel. അതുകൊണ്ട് വേറൊരു എയർലൈൻസ് കണ്ടുപിടിച്ചു. The British airline did not allow pets on board. The author had to book a ticket on a different airline from Iraq to Paris and then Paris to London. പാരീസിലേക്ക് ആദ്യം പോയി ഇറാഖിൽ നിന്ന്, പിന്നീട് പാരീസിൽ നിന്ന് ലണ്ടനിലേക്കും വേറൊരു ഫ്ലൈറ്റില് പോയി. വാട്ട് ഡിഡ് മിച്ച് ഡു ടു ദ ബോക്സ്? എന്താണ് മിജ്ബില് ആ ബോക്സിന്റെ അകത്ത് ചെയ്തത്? ദ ബോക്സ് വാസ് ലൈൻഡ് വിത്ത് മെറ്റൽ ഷീറ്റ്. മിച്ച് ഡിഡ്ന്റ് ഫീൽ കംഫർട്ടബിൾ ഇൻ ദ ബോക്സ് ആൻഡ് ട്രൈ ടു എസ്കേപ്പ്. In this attempt to escape, Mitch tore into the metal thing of the box and in the process hurt himself. അപ്പൊ ബോക്സിന്റെ അടിയില് മെറ്റൽ ഷീറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് നമ്മുടെ മിജിന്റെ ബോഡിയിൽ അത് സ്ക്രാച്ച് ആയി, ബ്ലഡ് ഒക്കെ വന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഓതർ സെറ്റ് ആക്കി. Now, why did Maxwell put the otter back in the box? How do you think he felt when he did this? As there was no other way to carry Mitch to London, Maxwell put in the box again. വേറൊരു രക്ഷയില്ലാത്തത് കൊണ്ട് വീണ്ടും ഒട്ടറിനെ ആ ബോക്സിൽ തന്നെ അഡ്ജസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. He must have felt pity on the way the otter hurt himself. Moreover, he must be worried as well. ഭയങ്കര ടെൻഷൻ ആയിരുന്നാണ്, വറീഡും ആയിരുന്നാണ് നമ്മുടെ ഓതർ. Now, next question. Why does Maxwell say the air hostess was the very queen of her kind? എന്തുകൊണ്ടാണ് മാക്സ്വെൽ പറയുന്നത് എയർ ഹോസ്റ്റസ് ഭയങ്കര എന്താണ് കൈൻഡ് ആയിട്ടുള്ള ലേഡിയാണ്, എന്താണ് സഹതാപത്തിന്റെ രാജകുമാരിയാണെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? The air hostess was very sympathetic after listening to Maxwell's story. മാക്സ്വെല് എയർ ഹോസ്റ്റസിനോട് ഫുൾ സ്റ്റോറി നമ്മുടെ മിജ്ബിലിന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര സിമ്പതി തോന്നി. She understood how he might be feeling and then gave her permission to take the otter out of the box. പിന്നീട് നമ്മുടെ എയർ ഹോസ്റ്റസ് ഒട്ടറിനെ പുറത്തേക്ക് എടുക്കാൻ അനുവാദം കൊടുത്തു. ഞാൻ എന്റെ ലാപ്പിൽ വെച്ചോളാം, എന്റെ മടിയിൽ വെച്ചോളാം എന്നൊക്കെ പറയാണ്.
Due to all this, Maxwell referred her as the very queen of her kind. അപ്പം മാക്സ്വെല് പറയാണ് ഇവര് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ലേഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ ദ ബോക്സ് വാസ് ഓപ്പൺ? എന്ത് സംഭവിച്ചു നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ? As soon as the box was opened, Midge ran out. Then it ran all over the place, scaring all the passengers. Midge പുറത്തു ചാടി അവിടെയുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ പേടിപ്പിച്ചു. It created a chaos and most of the people in the plane got scared. ആകെ അവിടെ chaosഉം പ്രോബ്ലംസും ഒക്കെ സൃഷ്ടിച്ചു. What game had Midge invented? എന്ത് ഗെയിമാണ് Midge ഇൻവെന്റ് ചെയ്തത്, കണ്ടുപിടിച്ചത്? ഒരു സ്പെഷ്യൽ ഗെയിമാണ്. Midge invented a game of playing with the ball in a unique way. One of the author's suitcase was damaged and had a slope on the top part. Slope ഉണ്ടായിരുന്നു പഴയൊരു suitcase. Midge would put the ball on the high end, മുകളിൽ വെക്കും, എന്നിട്ട് run to catch it as it slided to the lower end. താഴേട്ട് ലോവർ എൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് പിടിക്കാൻ വേണ്ടി മിഡ്ജ് അപ്പുറേന്ന് ഉപ്പറോട്ട് ഓടും. അങ്ങനെ ഒരു ഗെയിം മിഡ്ജ് ഇൻവെന്റ് ചെയ്തു. What group of animals do otters belong to? Otters belong to a comparatively small group of animals called mustelines. ഒട്ടറിന്റെ ഫാമിലിയുടെ പേര് mustelines എന്നാണ്. The other animals of this groups are badger, mongoose. മംഗൂസിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട് ഒട്ടറിന്, ശരിയാണ്. Vessels, toad, mink and others. ഈ ആനിമൽസ് ഒക്കെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ മിഡ്ജ് ബില്ലിന്റെ ആ ഒരു എന്താണ് കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഗസ്സസ് ഡിഡ് ദ ലണ്ടനേഴ്സ് മേക്ക് ഔട്ട് വാട്ട് മിഡ്ജ് വാസ്? എന്തൊക്കെ ഗസ്സുകൾ അവർ പറഞ്ഞു ലണ്ടൻകാര്? As otters are not found in England, so Londoners made the widest possible guesses about Midge. Their guesses range from a baby seal, squirrel, hippo to brontosaurus. അങ്ങനെ കുറേ ഗസ്സുകൾ അവർ പറഞ്ഞു. What things does Midge do which tell you that he is an intelligent, friendly and fun-loving animal who needs love? എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് പറയാം നമ്മുടെ മിഡ്ജ് ഇന്റലിജന്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ഫൺ ലവിങ് ആണെന്ന്? കാരണം മിഡ്ജ് ഇൻവെന്റഡ് ഹിസ് ഓൺ ഗെയിം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ഇന്റലിജന്റ് ആനിമൽ ആണെന്ന്, അല്ലെ? അപ്പൊ പിങ് പോങ് ബോൾ ആൻഡ് വോൺ ഡൗൺ suitcase. Then he loved water. Then once he understood that an opening of the tap water came out of it, he would get into the tub and played with water. അപ്പൊ അത് ഇന്റലിജന്റ് ആണ്. അത് ആ ടാപ്പ് വാട്ടർ ഒക്കെ തന്നെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ പഠിച്ച് ആ ബാത്റൂമിലെ ടാപ്പിന്റെ വാട്ടർ ഒക്കെ ഓൺ ആക്കിയായിരുന്നു, ഇല്ലേ? ഇനി അത് ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു വാട്ടറിൽ. അത് ഫൺ ലവിങ് ആണെന്ന് നമുക്ക് പറയാം. He had gradually formed a special attachment with Maxwell. Maxwell ഇട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. It was desperate when Maxwell left in a box and wanted to come out as soon as possible. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ആ ബോക്സിൽ തന്നെ ഇരുന്നപ്പോ അവന് പുറത്തു വന്ന് അതിന്റെ മാസ്റ്ററെ കാണണമെന്ന് തോന്നി. ഈ കാരണങ്ങളെല്ലാം ഫൺ ലവിങ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഫ്രണ്ട്ലി ആണ്, കാരണം ഓതറിന്റെ അടുത്തൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു, നീയുടെ അടുത്തൊക്കെ. അപ്പൊ അത് ഫ്രണ്ട്ലി ആണ്. ഇന്റലിജന്റ് ആണ്, കാരണം അത് ടാപ്പുകളൊക്കെ തുറന്നു, ഗെയിംസ് ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ഇന്റലിജന്റും ഫ്രണ്ട്ലി ഫൺ ലവിങ് ആണെന്ന് മനസ്സിലാക്കാം. What are some of the things we come to know about otters from this text? അപ്പൊ otters-നെ കുറിച്ച് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? Otters belong to a comparatively small group of animals called mustelines, shared by badger, mongoose, weasel, toad, mink and others. They are found in large numbers in marshes. Arabs keep them as pets and tame them. അറബികളാണ് മാർഷസിലാണ്. എന്താണ് മാർഷസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താണ് ചെടികൾ വളരുന്ന, വെള്ളത്തിലൊക്കെ വളരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ചെടികള്. അതിനെന്താ നമ്മൾ പറയാ, നമ്മുടെ കണ്ടൽക്കാടുകളൊക്കെ പോലെ. അപ്പൊ അവിടെ ആണ് ഇതിനെ കൂടുതലായി കണ്ടുവരുന്നത്. കണ്ടൽക്കാടുകൾ എന്നാണ് തോന്നുന്നു അതിന് പറയുന്നത്. അറബ്സ് കീപ് ദം ആസ് പെറ്റ്സ് ആൻഡ് ടേം ദം. അറബികളാണ് ഇതിനെ പെറ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്, ടേം ചെയ്തുകൊണ്ടിരുന്നത്. ഒട്ടേഴ്സ് ലവ് ടു സ്പ്രെഡ് വാട്ടർ ആൻഡ് സ്പ്ലാഷ് ഓൺ ഇറ്റ്. ഒട്ടേഴ്സിന് ഇഷ്ടം എന്താണ്? വെള്ളത്തിൽ കളിച്ച് അതൊക്കെ വെള്ളമുള്ള സ്ഥലമാണ് ഒട്ടേഴ്സിന് എപ്പോഴും ഇഷ്ടം. നീർനായ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. Maxwell's otter was of a race previously unknown to science and was at length named zoologist Lutrogale perspelita maxwelli. അപ്പൊ മാക്സ്വെല്ലിന് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനു മുമ്പ് ഇതിന് വേറെ എന്തോ പേരായിരുന്നു. പിന്നീട് സുവോളജിസ്റ്റ് ഷോർട്ട് ചെയ്ത മാക്സ്വെൽസ് ഒട്ടറിന്റെ പേര് നൽകി.
അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ ഒട്ടറിന്റെ ഒരു ക്യാരക്ടർ. മെയിൻലി വാട്ടർ ആണ് അതിന് ഇഷ്ടം. അങ്ങനെ ലെസണിൽ നിന്നുള്ള കുറെ എക്സാമ്പിൾസ് 2 മാർക്ക് ക്വസ്റ്റിനോ 1 മാർക്ക് ക്വസ്റ്റിനോ ആണെങ്കിൽ ഇത്ര എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള അല്ലെങ്കിൽ കുറെ പോയിന്റ്സ് കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. ലെസൺ ഇടാത്ത ലെസൺ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി വൺസ് ഐ അപ്ലോഡഡ്. ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇടുന്നത്. അപ്പൊ എല്ലാ ലെസന്റെയും നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സും ഹൈലൈറ്റ് പോയിന്റ്സും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഉള്ളതൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണാം. ഓക്കെ, അടുത്ത ലെസനുമായിട്ട് കാണാം. ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്.